നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വരണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകളിലും ഹൃദയത്തിലും സമൃദ്ധി വിതയ്ക്കണം. അരി നമ്മുടെ വീടിൻ്റെ സമൃദ്ധിയുടെ പ്രതീകം. ഇന്നിവിടെ ഒരു കൈപ്പിടി അരിയെടുത്ത് നിങ്ങളുടെ കൈകളിൽ പിടിച്ച് കണ്ണുകൾ അടയ്ക്കുക. ആ ഓരോ അരിക്കണവും ധനം, ആരോഗ്യം, സന്തോഷം, അവസരങ്ങൾ എല്ലാമായി കാണുക. മനസ്സിൽ പറയുക, എൻ്റെ ജീവിതത്തിലേക്ക് അനന്തമായ സമൃദ്ധി ഒഴുകി വരുന്നു. ഞാൻ ധന്യനും സമ്പന്നനുമാകുന്നു. അരി ഒരു ചെറുവിത്താണ്, എന്നാൽ അതിൽ നിന്ന് അനന്തമായ വിളവുകൾ ഉയരും. നമ്മുടെ വിശ്വാസം, നന്ദി, പോസിറ്റീവ് എനർജി എല്ലാം ചേർന്നാൽ ഈ അരിക്കണങ്ങൾ നമ്മുടെ ജീവിതം നിറയ്ക്കുന്ന പൊന്നാകുന്നു. ഇന്ന് തന്നെ സമൃദ്ധിയിലേക്ക് ഒരു വിത്ത് വിതയ്ക്കൂ. നിങ്ങളുടെ ചിന്തകൾക്ക് പൊന്നിൻ്റെ നിറം നൽകി ജീവിതം മാറ്റിമറിക്കൂ. ഹലോ, ഗുഡ് ഈവനിങ് മൈ ബ്യൂട്ടിഫുൾ ലിലീസ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ധനസമൃദ്ധി നേടാൻ വലിയ പരിശ്രമങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരി, സമൃദ്ധിയുടെ വിത്തിനെക്കുറിച്ചാണ്. ഇതൊരു ഭക്ഷണം മാത്രമല്ല, ധനസമൃദ്ധിയുടെ പ്രതീകവുമാണ്. അരിയുടെ സഹായത്തോടെ മണി മാനിഫെസ്റ്റേഷൻ എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. സമൃദ്ധിയുടെയും അരിയുടെയും ബന്ധം. കേരളത്തിൽ അരി എന്നും സമൃദ്ധിയുടെ ചിഹ്നമാണ്. നമ്മുടെ വലിയവർ പറയാറുണ്ട്, വീട് അരിയാൽ നിറഞ്ഞാൽ സമൃദ്ധി ഒഴുകി വരും. അരി വിത്തിൽ നിന്നും ആയിരങ്ങളായി വർദ്ധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത്, അവസരം, അനുഗ്രഹങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു ചിഹ്നമാണ് അരി. ഇനി നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷന് വേണ്ടി തയ്യാറാകാമെന്ന് നോക്കാം. മണി മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ ആദ്യം ശുദ്ധമായ മനസ്സും സ്ഥലവും വേണം. ഒരു വൈറ്റ് ക്ലോത്ത് വിരിക്കുക. അരിയുടെ ഒരു ചെറിയ കിണ്ണമെടുത്ത് അതിൽ ഒരു കൈപ്പിടി അരി കയ്യിൽ പിടിക്കുക. സമീപത്ത് ഒരു വിളക്ക് തെളിയിക്കുക. അതിൻ്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമൃദ്ധിയുടെ പ്രകാശമാണ്. ഇനി അടുത്തതായിട്ട് വിഷ്വലൈസേഷനാണ്. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾക്ക് വേണമെന്നുള്ള ജീവിതം, വലിയ വീട്, സ്ഥിര വരുമാനം, ആരോഗ്യവും സന്തോഷവും ഇതൊക്കെ മനസ്സിൽ ചിത്രീകരിക്കുക. ഓരോ അരിക്കണവും ആ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജി സീഡായി കാണുക. മനസ്സിൽ 3 പ്രാവശ്യം പറയുക, എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകി വരുന്നു. ഞാൻ ധനവാനാണ്. ഞാൻ സമ്പന്നനാണ്. അടുത്തതായി അരിയുടെ എനർജി ചാർജ് ചെയ്യലാണ്. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളും നന്ദിയും അരിയിലേക്ക് ചേർക്കുക. അതിനായി അരിയെ കയ്യിൽ പിടിച്ച് ദീർഘമായി ശ്വാസമെടുത്ത് നന്ദിയോടെ അതിലൂതുക. ഇത് നിങ്ങളുടെ ഉദ്ദേശം, അതായത് ഇൻറ്റൻഷൻ അരിക്കണങ്ങളിൽ ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അരി ഉപയോഗിച്ച് സമൃദ്ധിയെ ആകർഷിക്കാൻ, ഇപ്പോൾ ഈ അരിയുടെ ചെറിയൊരു ഭാഗം നിങ്ങളുടെ വീട്ടിലെ പ്രവേശന കവാടത്തിന് മുന്നിൽ ചിതറുക. അത് ധനം വീട്ടിലേക്ക് വരാൻ വഴി തുറക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുറച്ച് അരി ഒരു ചെറിയ കവറിലെടുത്ത് പേഴ്സിൽ സൂക്ഷിക്കുക. അത് സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കും. ശേഷിക്കുന്ന അരി നിങ്ങളുടെ പ്രധാന അരികുടത്തിൽ ചേർക്കുക. വീട്ടിലെ സമൃദ്ധി സ്ഥിരമായി നിലനിർത്താൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ ആൾക്കാരൊക്കെ അരിയിലൊക്കെ പണം സൂക്ഷിക്കുന്നത്? അവിടെയും വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് ധനം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഇനി വേണ്ടത് നന്ദിയും വിശ്വാസവുമാണ്. ഈ എൻറ്റയർ പ്രക്രിയയിൽ വിശ്വാസമാണ് മുഖ്യമായത്. വിശ്വാസമില്ലാതെ എനർജി ഫ്ലോ ഇല്ല. ദിവസവും 2 മിനിറ്റ് നിങ്ങൾക്കുള്ളതിനോട് നന്ദി പ്രകടിപ്പിക്കുക. നന്ദി പറഞ്ഞാൽ ജീവിതം കൂടുതൽ നൽകാൻ തുടങ്ങും. അരി നമ്മൾ ദിനംപ്രതി കാണുന്ന ഒരു സാധനമാണ്. ശരിയായ ഉദ്ദേശവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനന്തമായ സമൃദ്ധി കൊണ്ടുവരാൻ ഇതിന് കഴിയും. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോ അരിക്കണത്തിലുമായി വളരട്ടെ.